Hello, my dear people. Welcome to Fresher Focus Malayalam, where your job hunt is simplified. ഓക്കെ ഗൈസ്, സോ ഞാനിന്ന് വളരെ എക്സൈറ്റഡ് ആണ് ഈ ന്യൂസ് നിങ്ങൾക്ക് പങ്കുവയ്ക്കാനായിട്ട്. ഇത് ഫ്രഷേഴ്സിനും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാർക്കും രണ്ടുപേർക്കും ഒരുപോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു വീഡിയോ ആണ്. ഓക്കെ, ഫ്രഷേഴ്സ് എന്ന് പറഞ്ഞാൽ BTech, MTech, MCA പഠിച്ചവർക്ക് എല്ലാവർക്കും ഇതിന് അപ്ലൈ ചെയ്യാവുന്നതാണ്. ആൻഡ് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് ഇതിന് അപ്ലൈ ചെയ്യാവുന്നതാണ്. ആൻഡ് ദി സാലറി ഈസ് റിയലി ഗുഡ്. സോ ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ഇറ്റ്. ഓക്കെ, അബൌട്ട് ദി ജോബ് റോൾ. ഓക്കെ, പലരുടെ കോളേജസിലും ഓൾറെഡി തന്നെ ബാങ്ക്സ് ചിലപ്പോൾ ഹയറിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവും. ഓർ ഓവർ ദി നെക്സ്റ്റ് ഫ്യൂ മന്ത്സ് നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യും. ഫെഡറൽ ബാങ്ക്, സൗത്ത് ഇന്ത്യൻ ബാങ്ക്, SBI പോലത്തെ കമ്പനീസ് എല്ലാം വരും. ഇപ്പോൾ എൻ്റെ കോളേജിൽ തന്നെ ഫെഡറൽ ബാങ്ക് വന്നിട്ടുണ്ടായിരുന്നു ഹയറിങ്ങിന്. അതുപോലെ മറ്റ് കോളേജസിൽ ഇപ്പോൾ സൗത്ത് ഇന്ത്യൻ ബാങ്ക് പോലത്തെ ബാങ്കുകൾ പോയി ഹയറിങ്ങിന് വേണ്ടി. ബാങ്ക് ഓഫ് ബറോഡ, അങ്ങനത്തെ കുറേ കോളേജസ് ഇങ്ങനെ പോകുന്നുണ്ട് ഹയറിങ്ങിന്. അതെല്ലാം മെയിൻലി പക്ഷേ ബാങ്കിങ് റിലേറ്റഡ് ജോബ്സിനാണ് അവരെ ഹയർ ചെയ്യുന്നുണ്ടായിരുന്നത്. ഇത് പക്ഷേ ദിസ് ഇസ് ആക്ച്വലി ഫോർ എഞ്ചിനീയറിംഗ് പൊസിഷൻസ്. അതായത് നിങ്ങളവിടെ ചെന്നാൽ IT പ്രൊഫഷണൽ ചെയ്യുന്ന ജോലിയായിരിക്കും നിങ്ങൾ ചെയ്യുന്നത്. അതായത് അതിനകത്തുള്ള സെർവർ, അതിൻ്റെ ആപ്ലിക്കേഷൻസ് എല്ലാം മാനേജ് ചെയ്യാൻ വേണ്ടിയുള്ള ജോലിയായിരിക്കും നിങ്ങൾക്ക് അവിടെ ഉള്ളത്. ഓക്കെ, സോ ഫ്രഷേഴ്സിനെ ആക്ച്വലി ഹയർ ചെയ്യുന്നത് അസിസ്റ്റൻറ്റ് മാനേജർ എന്ന പോസ്റ്റിലോട്ടായിരിക്കും നിങ്ങളെ ഹയർ ചെയ്യുന്നത്. ആൻഡ് BTech, MTech, MCA പഠിച്ചവർക്ക് ഇതിന് അപ്ലൈ ചെയ്യാം. മിനിമം ഏജ് ഉണ്ട്, അതായത് 21 ആണ് മിനിമം ഏജ്. അതായത് ഇപ്പോൾ ഫൈനൽ ഇയറിൽ പഠിക്കുന്ന പിള്ളേർക്കും അപ്ലൈ ചെയ്യാമെന്ന് അപ്ലൈ ചെയ്യാം. ഇപ്പോൾ പാസ് ഔട്ടായി 2024 ബാച്ച്, 23 ബാച്ച്, 22, 21, 20 ആ ബാച്ചുകളെല്ലാം ഉള്ള പിള്ളേർക്ക് അപ്ലൈ ചെയ്യാം. ആൻഡ് മാക്സിമം ഏജ് ഇസ് 30. യുവർ സാലറി വിൽ ബി സംതിങ് അറൗണ്ട് ഓർ അബവ് 10 lakh, 10 LPA. ഈ നോൺ IT റോൾസിന് തന്നെ നമ്മുടെ കോളേജിൽ എല്ലാം വന്നപ്പോഴത്തേക്ക് ഒരു 7.5 എബവ് ആണ് അവർ പാക്കേജ് അന്ന് പറഞ്ഞത്. അപ്പോൾ ഇപ്പോൾ ഓവർ ദി ഇയേഴ്സ് അത് കൂടിക്കാണും ഡെഫിനറ്റ്ലി. ആൻഡ് നമ്മൾ സെർച്ച് ചെയ്യുമ്പോൾ ഒരു കറക്റ്റ് എമൗണ്ട് വരുന്നില്ല, പക്ഷേ ഗൂഗിളിൽ അവർ പറയുന്ന ഒരു അപ്രോക്സിമേറ്റ്ലി ഒരു 10 to 12 എക്സ്പെക്റ്റ് ചെയ്യാമെന്നാണ് പറയുന്നത്. അസിസ്റ്റൻറ്റ് മാനേജർ എന്ന ജോബ് ടൈറ്റിലായിരിക്കും നിങ്ങൾക്ക് ഉണ്ടാകും. സിസ്റ്റംസ് എഞ്ചിനീയറിൻ്റെ മറ്റ് കമ്പനികളിലെ സിസ്റ്റംസ് എഞ്ചിനീയർ ചെയ്യുന്ന ജോലി ആയിരിക്കും നിങ്ങൾ അവിടെ ചെയ്യുന്നത്. ഓക്കെ, ഇതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ പറയാം. ഓരോ ജോബ് റോളിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ, ചെയ്യേണ്ടി വരുന്ന കാര്യങ്ങൾ പറ്റി ഞാൻ പറയാം. ആൻഡ് രണ്ടാമത് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാർക്കാണെങ്കിൽ 4+ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ, 4 years പ്ലസ് എക്സ്പീരിയൻസ് ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാനാണ്. അതും BTech, MTech, MCA കഴിഞ്ഞിട്ടുള്ളവർക്ക് അപ്ലൈ ചെയ്യാം. മിനിമം ഏജ് 25 ആണ് അവിടെ, മാക്സിമം ഏജ് 35. ഒരു 18 to 20 അല്ല 22, 24 ഒക്കെ നിങ്ങൾക്ക് എക്സ്പെക്റ്റ് ചെയ്യാം പാക്കേജ്. ഇറ്റ് മൈറ്റ് ഡിപ്പെൻഡ് ഓൺ യുവർ എക്സ്പീരിയൻസ്. ഓക്കെ, സോ അതിന് ആക്ച്വലി 4 ഡിഫറെൻറ്റ് റോൾസ് ഉണ്ട്. അതായത് യു ക്യാൻ വർക്ക് ഇൻ IT, ക്ലൗഡ്, നെറ്റ്വർക്കിംഗ് ആൻഡ് സെക്യൂരിറ്റി. ഈ 4 ഓപ്ഷൻസ് ഉണ്ട് നിങ്ങൾക്ക് അവിടെ. നിങ്ങൾക്ക് അത് അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് മെൻഷൻ ചെയ്യേണ്ടതുമാണ്. മറ്റ് അസിസ്റ്റൻറ്റ് മാനേജർ പോസ്റ്റിന്, അതായത് ഫ്രഷേഴ്സിനാണെങ്കിൽ അങ്ങനെ സ്പെസിഫൈ ചെയ്തിട്ടില്ല. ഓഫ്കോഴ്സ് യു നീഡ് ടു നോ ബേസിക്സ് ഓഫ് എവറിത്തിങ് ടു ആക്ച്വലി ഗെറ്റ് ദി ജോബ്. ടോട്ടലി 1500 അടുപ്പിച്ച് ഓപ്പണിങ്സ് ഉണ്ട്. 1478 എന്നാണ് തോന്നുന്നത് കറക്റ്റ് നമ്പർ. അത്ര ഓപ്പണിങ്സ് ഉണ്ട്. അതിൽ ഒരു 700+ ഫ്രഷേഴ്സിനും, അതായത് അസിസ്റ്റൻറ്റ് മാനേജർ റോളിലോട്ടും, ബാക്കി എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാർക്കുള്ള ജോലിയാണ്. ഓക്കെ, ഇപ്പോൾ ഫ്രഷർ എന്ന് പറയുമ്പോഴത്തേക്ക് ഇപ്പോൾ 2 year 3 year എക്സ്പീരിയൻസ് ഉള്ളവർക്കും ഐ ബിലീവ് യു ക്യാൻ അപ്ലൈ ഫോർ അസിസ്റ്റൻറ്റ് മാനേജർ റോൾ. ബിക്കോസ് അഗൈൻ ദാറ്റ് ഇസ് എ ഗുഡ് സാലറി ദാറ്റ് യു വിൽ ബി ഗെറ്റിംഗ് 10+ LPA. പക്ഷേ അതിനൊരു ക്യാച്ച് ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രഷേഴ്സിനാണെങ്കിൽ 5 year ബോണ്ട് ഉണ്ട്. അതായത് യു വിൽ ഹാവ് ടു സ്റ്റേ ദർ ഫോർ അറ്റ്ലീസ്റ്റ് 5 years എന്ന് അതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഓർ യു വിൽ ഹാവ് ടു ബി പേയിങ് 2 lakh ബോണ്ട് ബ്രേക്ക് ചെയ്യുന്നതിൻ്റെ എമൗണ്ടായിട്ട്. എക്സ്പീരിയൻസ് ഡെപ്യൂട്ടി മാനേജറായിട്ട് കയറുന്നവർക്ക് ബോണ്ടൊന്നുമില്ല. ആൻഡ് ലാസ്റ്റ് ഡേ ടു അപ്ലൈ ഈസ് October 4th. സോ നമുക്ക് ആ വെബ്സൈറ്റിലോട്ടൊന്ന് പോകാം അല്ലേ. യു ഗൈസ് ക്യാൻ ആക്ച്വലി സ്കാൻ ദി QR ദാറ്റ്സ് ഡിസ്പ്ലേഡ് ഓൺ ദ വീഡിയോ. That will actually take you to the website where you can apply for the job. Okay, നമുക്ക് വെബ്സൈറ്റിലോട്ട് പോകാം. ഓക്കെ, സോ ആസ് ഐ സെഡ്, ഇതിൻ്റെ ലാസ്റ്റ് ഡേറ്റ് ഫോർ ആപ്ലിക്കേഷൻ 4th തീയതിയാണ്. 19th തീയതിക്കുള്ളിൽ, അതായത് October 4th വെച്ചാൽ October 4 ആണ്. ഓക്കെ, ഇപ്പോൾ സെപ്റ്റംബറാണ്. October 4 തീയതിയാണ് ലാസ്റ്റ് ഡേറ്റ് ടു അപ്ലൈ. ആൻഡ് യു ഹാവ് ടു പ്രിൻറ്റ് ദി ആപ്ലിക്കേഷൻ ബിഫോർ 19th. ഫീസ് ഉണ്ട് ഇതിന്.
see, like you might have to pay a fees of almost 750 rupees, ആൻഡ് അത് നോൺ റീഫണ്ടബിൾ ആണ്. ഒരിക്കൽ പേ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ തിരിച്ച് കിട്ടത്തില്ല. യു വിൽ ഹാവ് ടു പേ ദാറ്റ് ഫോർ അപ്ലൈ. ഓക്കെ, ലെറ്റ്സ് ക്ലിക്ക് ഹിയർ ഫോർ ന്യൂ രജിസ്ട്രേഷൻ. ഓക്കെ, അവിടെ പോകുമ്പോൾ നമ്മൾ ഡീറ്റെയിൽസ് അടിച്ച് എൻ്റർ ചെയ്യണം. അതിനുശേഷം നമ്മൾ അടുത്ത സ്ലൈഡിൽ ഫോട്ടോ സിഗ്നേച്ചറൊക്കെ അപ്ലോഡ് ചെയ്യണം. എന്നിട്ട് മൂന്നാമത്തെ സ്ലൈഡ് ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞിരിക്കുന്ന ഈ സ്ലൈഡിലാണ് ആക്ച്വലി നമ്മൾ മെൻഷൻ ചെയ്യുന്നത് നമ്മുടെ എല്ലാ കാര്യം, ആധാറും അഡ്രസ്സും പിന്നെ നമ്മൾ ഏത് ജോബ് റോളിലോട്ടാണ് അപ്ലൈ ചെയ്യുന്നത് തുടങ്ങിയ കാര്യങ്ങൾ നമുക്ക് ആ ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞാൽ ആ ഒരു ടാബ് എത്തുമ്പോഴത്തേക്ക് നമുക്ക് എൻ്റർ ചെയ്യുന്നതാണ്. ആൻഡ് ലാസ്റ്റ് പേയ്മെൻറ്റ് എത്തും. പ്രിവ്യൂ ചെയ്ത് അപ്ലോഡിങ് റിക്വയർഡ് ഡോക്യുമെൻറ്റ്സ് ചെയ്തിട്ട് നമുക്ക് പേയ്മെൻറ്റ് നടത്താമെന്നുള്ളതാണ്. ഓക്കെ, നൗ ഐ തിങ്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കുറച്ച് ഡീറ്റെയിൽസ് ഞാൻ അതിനെപ്പറ്റി ഷെയർ ചെയ്യാം. ഓക്കെ, സോ ഇതാണ് അവർ വെബ്സൈറ്റിൽ അവർ പ്രൊവൈഡ് ചെയ്തിരിക്കുന്ന ഡീറ്റെയിൽസ് ഉള്ള PDF. ഓക്കെ, സോ ഇതിനകത്ത് അവർ കറക്റ്റായിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഐ ആക്ച്വലി വുഡ് ലൈക്ക് ടു urge you to actually read all this before applying. ഓക്കെ, ഇതിലപ്പോൾ ടോട്ടൽ വേക്കൻസീസ്, ഓക്കെ, നേരത്തെ ഞാൻ 1478 എന്ന് പറഞ്ഞാൽ, ഐ എം സോറി, അത് 1497 ലൈക്ക് വേക്കൻസീസ് ആണുള്ളത്. അത് അസിസ്റ്റൻറ്റ് മാനേജർ റോളിലോട്ട് 784ഉം ഡെപ്യൂട്ടി മാനേജർ റോളിലോട്ട് ബാക്കിയുള്ളത്. അതായത് ഇൻഫ്ര ആൻഡ് സപ്പോർട്ടിലോട്ടാണ് ഏറ്റവും കൂടുതൽ, ക്ലൗഡ് ഓപ്പറേഷൻസിലാണ് ഏറ്റവും കൂടുതൽ ജോബ് ഓപ്പർച്യൂണിറ്റി ഉള്ളത്. 412 വേക്കൻസീസ് ഉണ്ട്. ഏജ് ആസ് ഐ സെഡ് 25, 35, 21, 30 മിനിമം ആൻഡ് മാക്സിമം ഏജ്. ഓക്കെ, മറ്റ് ഡീറ്റെയിൽസ് എന്ന് പറയുമ്പോഴത്തേക്ക് ഇതിൽ തന്നെ ഈ ഒരു PDF നിങ്ങൾക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് ഞാൻ പറഞ്ഞു തരണമെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റിൽ മെൻഷൻ ചെയ്താൽ മതി. ഡെഫിനറ്റ്ലി ഇനിയൊരു 13-14 ഡേയ്സ് ഉണ്ട്, അതിനുള്ളിൽ ഞാൻ ഒരു വീഡിയോ കൂടി ചെയ്യുന്നതായിരിക്കും. എൻ്റെ ഡീറ്റെയിൽസ് പ്രോപ്പറായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ഇതിൽ ഓരോ ജോബിൽ എന്തൊക്കെയാണ് നിങ്ങൾ അറിയേണ്ടത്, ഏതൊക്കെ ലാംഗ്വേജ് അറിയണം, ലൈക്ക് ഒരു റിക്വയർമെൻ്റ് ആയിട്ട് അറിഞ്ഞാൽ കൊള്ളാം എന്നുള്ള കാര്യങ്ങൾ അവർ മെൻഷൻ ചെയ്തിട്ട് എത്ര വർഷം എക്സ്പീരിയൻസ് ആണ് അവർ എക്സ്പെക്ട് ചെയ്യുന്നത് എന്നെല്ലാം പറഞ്ഞിട്ടുണ്ട്. അസിസ്റ്റൻറ്റ് മാനേജർ റോളിലാണെങ്കിലും ലൈക്ക് അവർ എല്ലാം പറഞ്ഞിട്ട് തന്നെ ലാസ്റ്റ് മെൻഷൻ ചെയ്തിട്ടുണ്ട് വർക്ക് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ കൊള്ളാം, ബട്ട് നോട്ട് മാൻഡേറ്ററി. അതുപോലെ ഈ സ്കിൽസ് പറഞ്ഞതും ഉണ്ടെങ്കിൽ കൊള്ളാം, ബട്ട് നോട്ട് മാൻഡേറ്ററി. ദേ ആക്ച്വലി ബിലീവ് ദാറ്റ് നമുക്കിതിൽ നിന്ന് കുറച്ച് കാണും എന്നുള്ളൊരു വിശ്വാസത്തിലായിരിക്കും അവർ നമ്മളെ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇതിന് 2-3 റൗണ്ട് ഉണ്ട്. ഓക്കെ, ഇപ്പോൾ ബിഫോർ ടോക്കിംഗ് അബൌട്ട് ദാറ്റ്, പോസ്റ്റിങ്സ് അവർ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് മുംബൈ ഓർ ഹൈദരാബാദാണ് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ളവർക്കും. ആൻഡ് അസിസ്റ്റൻറ്റ് മാനേജർ റോൾ, അതായത് ഫ്രഷേഴ്സിനും മുംബൈ ആയിരിക്കും ജോബ് കിട്ടുന്നത്, ലൈക്ക് ലൊക്കേഷനായിട്ട് അവർ പറയുന്നത്. ഓഫ്കോഴ്സ് പ്രൊബേഷൻ കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് വേറെ സ്ഥലങ്ങളിൽ ഷിഫ്റ്റ് ചെയ്യാൻ പറ്റുമായിരിക്കും, ബട്ട് ഇറ്റ് വോണ്ട് ബി ആസ് ഈസി ആസ് ഇൻ ആൻ IT കമ്പനി. അതിൽ കുറച്ചുകൂടെ ഫ്ലെക്സിബിൾ ആയിരിക്കും. ഇതിലാണ് ഞാൻ പറഞ്ഞത് ബോണ്ട് ഉണ്ടെന്ന്, 2 lakh ബോണ്ട് ഉണ്ട്, 5 ഇയേഴ്സിനുള്ളിൽ ഇറങ്ങും. മിനിമം 5 year പീരീഡ് അവർക്ക് സെർവ് ചെയ്യണം അവിടെ എന്നവർ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, സെലക്ഷൻ പ്രോസസ്സ് എന്ന് പറയുമ്പോഴത്തേക്ക് ലൈക്ക് എക്സ്പീരിയൻസ് ഉള്ളവർക്കാണ് അത് ഷോർട്ട് ലിസ്റ്റിംഗ് ഉണ്ട്. മേ ബി നിങ്ങളുടെ റെസ്യൂമെയും ഡീറ്റെയിൽസും വെച്ചിട്ടായിരിക്കും. പിന്നെ ഒരു ലേയർഡ് ഇൻട്രാക്ഷൻ that will be decided by the bank in due course. All the time അവർ തന്നെ പറയും എന്തൊക്കെയായിരിക്കും പ്രോസസ്സ് എന്ന്. അസിസ്റ്റൻറ്റ് മാനേജർ റോളാണെങ്കിൽ ഓൺലൈൻ റിട്ടൺ ടെസ്റ്റ് ആൻഡ് ഇൻട്രാക്ഷൻ ഉണ്ടാവും. അതായത് ഒരു ഇൻ്റർവ്യൂ ഡെഫിനറ്റ്ലി കാണും. അതിന് മുമ്പേ നിങ്ങളെ ഷോർട്ട് ലിസ്റ്റ് ചെയ്യാൻ വേണ്ടി ഒരു ഓൺലൈൻ ടെസ്റ്റ് ഉണ്ടാവും. ഓക്കെ, ആൻഡ് അതിലെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൺലൈൻ ടെസ്റ്റിൻ്റെ പാറ്റേൺ എന്ന് പറയുമ്പോഴത്തേക്ക് ജനറൽ ആപ്റ്റിറ്റ്യൂഡ് ഉണ്ട്. അതിന് 45 മിനിറ്റും 20, 15, 50 ക്വസ്റ്റിനും 50 മാർക്കുമാണ്. പ്രൊഫഷണൽ നോളജ് ആകുമ്പോഴത്തേക്ക് IT നോളജ് അതിലൊരു 60 മാർക്കിന് 100 മാർക്കിന് 60 ക്വസ്റ്റ്യൻ ഉണ്ടാവും. സോ ടോട്ടൽ 150 മാർക്കിനാണ് നിങ്ങൾക്ക് എക്സാം. ആൻഡ് ഇങ്ങനെയായിരിക്കും ഈ ടോപ്പിക്സിൽ നിന്നായിരിക്കും നിങ്ങളോട് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന ലൈക്ക് പ്രൊഫഷണൽ നോളജ് എന്ന് പറഞ്ഞ സെഷനിലോട്ട്, അതായത് സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ്, ഇൻഫ്രാ സപ്പോർട്ട്, നെറ്റ്വർക്കിംഗ്, ക്ലൗഡ് ഓപ്പറേഷൻസ് എന്നുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ആൻഡ് അതിലെന്തൊക്കെയാണ് പഠിക്കേണ്ടതെന്നും അവർ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അതായത് സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ് എന്ന സെഷനിൽ ഡേറ്റ സ്ട്രക്ചർ ആൽഗോരിതം പഠിക്കണം, വെബ് ആപ്ലിക്കേഷൻ ഡെവലപ്മെൻറ്റ് പഠിക്കണം, സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് പഠിക്കണം. എന്ന് വെച്ചാൽ ഇതിലെന്നായിരിക്കും ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കുന്നത്. ഇഫ് യു ആർ ഓൾറെഡി ഫെമിലിയർ വിത്ത് ദീസ് തിങ്സ്, ഡോണ്ട് വറി, ചുമ്മാ പോയി എക്സാം എഴുതിയാലും മതി, ടു ബി ഓണസ്റ്റ്. കാരണം ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന പിള്ളേർക്ക് ഇത് വലിയ ഡിഫിക്കൽട്ട് ആയിരിക്കത്തില്ല. നിങ്ങളിപ്പോൾ കുറച്ച് കാലമായി ഇറങ്ങിയെങ്കിൽ നിങ്ങളൊന്ന് ബ്രഷപ്പ് ചെയ്തിട്ട് പോകുന്നതായിരിക്കും നല്ലത്. ഇതിൽ ആക്ച്വലി ഇപ്പോൾ ക്ലൗഡിൻ്റെ സെക്ഷൻ ആണെങ്കിൽ തന്നെ ഇതൊക്കെയാണ് ലൈക്ക് ഇതൊക്കെ അറിഞ്ഞിരിക്കണം. ക്വസ്റ്റ്യൻസ് വിൽ ബി ഫ്രം ദീസ് ടോപ്പിക്സ് എന്നവർ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ,
ഫീ പേയ്മെൻറ്റിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. 750 rupees വി ഹാവ് ടു പേ. ഓക്കെ, സോ അതൊക്കെയാണ് ഡീറ്റെയിൽസ്. ഞാൻ ആക്ച്വലി വേണമെങ്കിൽ ആ PDF ലിങ്കും കൂടി ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം, അപ്പോൾ നിങ്ങൾക്ക് അതൊന്ന് ചെക്ക് ചെയ്യാമല്ലോ. ആൻഡ് ലൈക്ക് മേക്ക് ഷുവർ യു അപ്ലൈ ഇറ്റ് ആസ് സൂൺ ആസ് പോസിബിൾ. കാരണം ചിലപ്പോൾ നമ്മൾ ഇത് വിട്ടുപോകും, പിന്നെ ലൈക്ക് വി മൈറ്റ് ഫോർഗെറ്റ് ടു അപ്ലൈ ആൻഡ് ലേറ്റർ വിൽ ബി റിഗ്രറ്റിംഗ്. കാരണം നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ്, നിറയെ വേക്കൻസീസ് ഉണ്ട്. ഫ്രഷേഴ്സിനാണെങ്കിൽ 800 വേക്കൻസിയും എക്സ്പീരിയൻസ്ഡ് ആൾക്കാർക്കാണെങ്കിൽ 600 വേക്കൻസി ഉണ്ടാവും. ഫ്രഷേഴ്സിന് ഇതൊരു ഭയങ്കര നല്ല ഓപ്പർച്യൂണിറ്റി എന്ന് ഞാൻ പറയും. കാരണം ദി പാക്കേജ് യു ആർ ഗെറ്റിംഗ് ഈസ് റിയലി ഗുഡ്. പക്ഷേ ലൈക്ക് ഇപ്പോൾ SBI പോലത്തെ ഒരു കമ്പനിയിലേക്ക് കയറാൻ വേണ്ടി തന്നെ കുറേ പേര് ചത്ത് കിടക്കും. ഇപ്പോൾ ഈ പഠിച്ചു കഴിഞ്ഞിട്ട് ഇനി പോയി ബാങ്ക് ടെസ്റ്റിന് പഠിച്ച് അതിൽ നിന്ന് കയറുന്നേക്കാളും വളരെ എളുപ്പമായിരിക്കും നിങ്ങളിപ്പോൾ തന്നെ ഇതുവഴി കയറുന്നത്. കാരണം ക്യാമ്പസിൽ നടത്തുന്ന എക്സാംസ് ആർ ജനറലി ഈസിയർ ദാൻ ജനറൽ ടെസ്റ്റ്, ബാങ്ക് ടെസ്റ്റ്. കാരണം ദ നമ്പർ ഓഫ് പീപ്പിൾ അപ്പിയറിങ് എണ്ണം കുറവായിരിക്കും. ആൻഡ് കമ്പയർ ടു ദ വേക്കൻസീസ് അത് കുറച്ചുകൂടെ ആ റേഷ്യോ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടെ ഈസി ആണെന്ന് തോന്നും. ഓഫ് കോഴ്സ് ഇറ്റ് വിൽ ബി ഡിഫിക്കൾട്ട്. ദി സെലക്ഷൻ പ്രോസസ് വിൽ ബി ലൈക്ക് ഭയങ്കര സീരിയസ് ആയിട്ടുള്ള സംഭവമായിരിക്കും. അപ്പോൾ അതനുസരിച്ച് ചാൻസസ് മൈറ്റ് വേരി. ഓക്കെ, ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിൽ പറഞ്ഞാൽ ഞാനതിന് ഉടനെ തന്നെ ആൻസർ ചെയ്യുന്നതായിരിക്കും. ആൻഡ് ഒരു ഡീറ്റെയിൽ വീഡിയോയുടെ ഞാൻ ഇടാൻ മാക്സിമം ട്രൈ ചെയ്യാം ഓവർ ദി ഡേയ്സ്. ആൻഡ് ലാസ്റ്റ് ഡേറ്റ് ടു അപ്ലൈ October 4th ആണ്, ആരും മറക്കരുത്. ഡോണ്ട് കീപ്പ് ഇറ്റ് ടിൽ October 4th. ആൻഡ് ഒരു കാര്യം കൂടി, നിങ്ങൾ അപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങളുടെ PC വഴിയേ പറ്റത്തുള്ളൂ. ഫോൺ വഴി പറ്റും, പക്ഷേ ലാൻഡ്സ്കേപ്പ് മോഡിൽ വെച്ച് ചെയ്യാൻ പറ്റത്തുള്ളൂ. ആൻഡ് ഐ തിങ്ക് എല്ലാവർക്കും അത് ടഫാണല്ലോ ലാൻഡ്സ്കേപ്പിൽ വെച്ച് ടൈപ്പ് ചെയ്യാൻ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഒരു PC എടുത്ത് വെച്ച് തന്നെ അപ്ലൈ ചെയ്യുക ഫോർ യുവർ ഈസ്. തൽക്കാലം നിങ്ങൾക്ക് ഈ ലിങ്ക് ഒന്ന് കിട്ടാൻ വേണ്ടി മാത്രമാണെങ്കിൽ നിങ്ങൾക്ക് ഇത് സ്കാൻ ചെയ്യാം. ഓർ ലിങ്ക് ഇസ് ഓൾസോ തരുന്ന ഡിസ്ക്രിപ്ഷൻ. എന്തെങ്കിലും അപ്ഡേറ്റ്സ് വേണമെങ്കിലോ എന്തെങ്കിലും പേഴ്സണലായിട്ട് മെസ്സേജ് അയക്കണമെങ്കിലോ റിഗാർഡിംഗ് എനി ഓഫ് ദീസ് വീഡിയോസ് ഓർ എനി ക്വറീസ് യു ഹാവ്, feel free to DM me through my Instagram page, Fresher Focus. And if you found this video to be helpful, നിങ്ങൾക്കിത് ഉപയോഗമായിട്ട് തോന്നിയെങ്കിൽ definitely share it with your friends and let your people know about this and urge them to apply. അവരെയും കൊണ്ട് അപ്ലൈ ചെയ്യിപ്പിക്കാൻ മാക്സിമം. ഇനി വളരെ കുറച്ച് ദിവസമേ ഉള്ളൂ, 10-13 ദിവസമേ ഉള്ളൂ. അതിൽ അപ്ലൈ ചെയ്യുക. എക്സാം വിൽ ബി ഓൺ November. ടെൻറ്റേറ്റീവ്ലി അവർ പറയുന്നത് നവംബറിലാണ്. ആൻഡ് കേരളത്തിലാണെങ്കിൽ എറണാകുളവും തിരുവനന്തപുരത്ത് സെൻറ്റേഴ്സ് ഉണ്ട്. ആൻഡ് മറ്റ് സിറ്റീസിലുണ്ട്, ഇന്ത്യയിലുള്ള മറ്റ് സിറ്റീസിലുണ്ട്. കേരളത്തിൽ തിരുവനന്തപുരത്തും എറണാകുളത്തുമാണ് ലൊക്കേഷൻസ് ഉള്ളത്. പോയി എഴുതാൻ. ഓക്കെ, അപ്പോൾ അതെല്ലാം നിങ്ങളൊന്ന് PDF ഒന്ന് വായിച്ച് നോക്കിയിട്ട് ഞാനത് ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ഇട്ടേക്കാം. അതൊന്ന് വായിച്ച് നോക്കിയിട്ട് നിങ്ങൾ അപ്ലൈ ചെയ്യുക. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റിൽ ഇട്ടാൽ മതി. ഓക്കെ, ഒരു കൂടെ ഞാൻ പറയാണ്, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആൻഡ് ഇഫ് യു വാണ്ട് യുവർ ഫ്രണ്ട്സ് ടു നോ അബൌട്ട് ഇറ്റ്, share the video and subscribe for more updates. Until then, bye bye.